ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ മീൻ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അയിലയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അയിലക്കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ എന്താ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേനും ഉലുവയിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലവണ്ണം ഒന്ന് മൂത്തൊരു സ്മെല്ല് വരും. ആ ഒരു ടൈമിൽ നമുക്കൊരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു മുളക് കറിയാണ് കേട്ടോ വെക്കുന്നത്. ഒരു റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചാറോട് കൂടിയുള്ളൊരു മുളക് കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത് സവാളയൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പൊടിയുടെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേനും അതിലേക്കൊരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ ഇത് നല്ലോണം ഇതുപോലെ വെന്തുടഞ്ഞ് വരുമ്പോഴത്തേനും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി വെള്ളത്തോപ്പാടെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യമുള്ള വെള്ളവും കൂടെ പോരാത്തതൊഴിച്ച് നന്നായിട്ട് വെട്ടിത്തിളച്ച് എണ്ണമയം തെളിയുമ്പോഴത്തേനും നമ്മുടെ അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നല്ലോണം വെട്ടിത്തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, നല്ലോണം വറ്റിയൊക്കെ വന്നിട്ടുണ്ട്, എണ്ണമയവും തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റുള്ള മീനുകളും വെച്ചും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്